നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമാണ് രജനീകാന്ത്. സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സൂപ്പർ സ്റ്റാർ. നിരവധി ആരാധകർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. നടൻ രജനീകാന്തിന് ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന പദവിയിലേക്കുള്ള ദൂരം അത്ര എളുപ്പമായിരുന്നില്ല. സിനിമയിലെത്തി വളരെ ബുദ്ധിമുട്ടിയാണ് രജനീകാന്ത് സിനിമയിൽ തന്റെ വേരൂന്നിയത്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് തമിഴ് സിനിമയിൽ രജനീകാന്ത് സജീവമാകുന്നത്. അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രമാണ് രജനീകാന്ത് ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം. തുടർന്ന് കന്നഡ, തെലുങ്കു ചിത്രങ്ങളിലും സജീവമായി അഭിനയിച്ച നടൻ ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ലളിതമായ ജീവിതം പിന്തുടരാൻ അദ്ദേഹം ഇഷ്ടപ്പെടുകയാണ് ഇപ്പോഴും. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് രജനീകാന്ത്. ലാളിത്യമുള്ള ജീവിതശൈലിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രിയം ചില വേളകളിൽ തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഗായത്രി ശ്രീകാന്ത് രചിച്ച ശ്രീകാന്തിന്റെ ജീവചരിത്രത്തിൽ ഈ പ്രത്യേക സംഭവം പരാമർശിക്കുന്നുണ്ട്. 2007 ശിവജി ദി ബോസ് എന്ന ചിത്രം ഇന്ത്യയിലും വിദേശത്തും ബോക്സ് ഓഫീസിൽ പണം വാരിക്കൂട്ടിയിരുന്നു. ചിത്രത്തിൽ ലഭിച്ച ഊഷ്മളവും വൻതോതിലുള്ളതുമായ പ്രതികരണം കണ്ട് രജനീകാന്ത് ക്ഷേത്ര ദർശനം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ സാന്നിധ്യം മൂലം ക്ഷേത്രത്തിൽ തിക്കും തിരക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായെങ്കിലും താൻ വേഷം മാറിപ്പോകുമെന്ന് രജനീകാന്ത് നിർബന്ധം പിടിക്കുകയായിരുന്നു. ആരും തിരിച്ചറിയാത്ത തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വേഷമെന്നാണ് അന്നത്തെ റിപ്പോർട്ട്. കീറിയ ഷർട്ടും ലുങ്കിയും തവിട്ടു നിറത്തിലുള്ള ഷാളും ധരിച്ച രജനീകാന്ത് പല്ലിനു മുകളിൽ ഡെന്റൽ പ്രോസ്റ്റസീസ് ധരിച്ചിരുന്നു. വൃദ്ധനെ പോലെ വേഷം മാറി ക്ഷേത്രത്തിലെത്തി മുടന്തി നടന്നു. ആ വൃദ്ധനെ ആരും ശ്രദ്ധിച്ചില്ല. 40 വയസ്സുള്ള ഒരു സ്ത്രീ വൃദ്ധനായ ഭിക്ഷക്കാരനോട് അനുകമ്പ തോന്നി നടനെ സമീപിച്ച് 10 രൂപ നോട്ട് നൽകി. സിനിമയിൽ 1 മിനിറ്റ് 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന താരം അമ്പരന്നെങ്കിലും വിനയപൂർവ്വം പണം സ്വീകരിച്ച് ശ്രീകോവിലിൽ കയറി. ക്ഷേത്ര സംഭാവനയായി വൃദ്ധൻ 100 രൂപ നൽകിയതും പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പോഷ് കാറിൽ കയറുന്നതും സ്ത്രീ കണ്ടു. പറ്റിയ തെറ്റ് മനസ്സിലാക്കി സ്ത്രീ ഉടൻ തന്നെ മാപ്പ് പറയാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കോടി. പണം തിരികെ വാങ്ങാൻ അവർ തയ്യാറായെങ്കിലും രജനി അവരെ നോക്കി പുഞ്ചിരിച്ചു. ദൈവസന്നിധിയിൽ താൻ വെറുമൊരു യാചകനല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വഴിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പോക്കറ്റിലുണ്ടായിരുന്ന ആ 10 രൂപ നോട്ടുമായി അദ്ദേഹം വിനയനായി അവിടം വിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഒരിക്കൽ ശ്രീദേവിയും കമൽഹാസനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് കമൽഹാസനായിരുന്നു. അന്ന് രജനീകാന്തിനായിരുന്നു ഏറ്റവും തുച്ഛമായ പ്രതിഫലം ലഭിച്ചിരുന്നത്. അന്ന് രജനീകാന്ത് നടി ശ്രീദേവിയോട് താനും എന്തെങ്കിലും ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ നടക്കുമെന്ന് ശ്രീദേവി രജനീകാന്തിനോട് പറയുകയും ചെയ്തു. ഒരിക്കൽ ഒരു പരിപാടിയിൽ ഇക്കാര്യം ശ്രീദേവി തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹം നേടിയെടുത്തു എന്നാണ് ശ്രീദേവി പറഞ്ഞത്. ആ നിലയിൽ നിന്നാണ് രജനീകാന്ത് ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിലേക്ക് എത്തിയത്.